നോക്കാനും കാണാനും ആരുമില്ല എന്ന് വരുന്നതോടുകൂടി അടുത്ത 5 വർഷം കൊണ്ട് കോൺഗ്രസ് അധികാരത്തിലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ ക്ഷീണം സംഭവിക്കുകയും അധികാരം നൽകി ആ പാർട്ടിയെ നശിപ്പിക്കുകയും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി കോൺഗ്രസിനെ നശിപ്പിക്കുകയും അതിനുശേഷം ഇവിടെ രൂപീകരിക്കപ്പെടുന്ന ഒരു വർഗീയ വികാരം പതിയെ 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 ആളിക്കത്തിക്കൊണ്ടേയിരിക്കുകയാണ് നമുക്കിടയിൽ. അത് ഇപ്പോൾ പണ്ട് ഹിന്ദു സമുദായം ആയിരുന്നു BJPക്കൊപ്പം സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പതിയെ അത് ക്രിസ്ത്യൻ സമുദായം കൂടിയായി മാറി. അപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ ബെൽറ്റിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് BJPക്ക് സംഭവിക്കുക എന്തെന്ന് വെച്ചാൽ, നമ്മളിവിടെ 140 നിയോജക മണ്ഡലങ്ങൾ ഉള്ളതിൽ മലബാർ മേഖലയിലാണ് നമ്മുടെ മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ 40 നിയോജക മണ്ഡലങ്ങൾ മാറ്റി നിർത്തി 100 നിയോജക മണ്ഡലങ്ങൾ എടുത്താൽ ഈ 100 നിയോജക മണ്ഡലങ്ങളിലുള്ള ഹിന്ദു ക്രിസ്ത്യൻ മെജോറിറ്റി വോട്ടുകളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞാൽ, കേന്ദ്ര അധികാരം നിലനിർത്തി കഴിഞ്ഞാൽ, ആ അധികാരത്തിൻ്റെ കൂടി പിന്തുണയോടുകൂടി ഇവിടേക്ക് വരുമ്പോൾ പിന്നെന്ന് പറയുന്നത് ജനങ്ങൾ ഇപ്പം ഈ പല രാഷ്ട്രീയ ചർച്ചകളിലും ഞാൻ കണ്ടിട്ടുള്ള പമ്പര വിഡിത്തങ്ങളിലൊന്നാണ് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വന്നിരുന്ന